വയനാട് നായ്ക്കട്ടിയിൽ വീണ്ടും കൃഷിയിടത്തിൽ കാട്ടാന ഇറങ്ങി. ഫെൻസിംഗ് തകർത്ത് കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 6ാം തവണയാണ് പ്രദേശത്ത് കാട്ടാന വിളനാശം വരുത്തുന്നത്. കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ അധികൃതർ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. നായ്ക്കട്ടിയിലെ കാട്ടാനശല്യം അറുതിയില്ലാതെ തുടരുകയാണ്. പ്രദേശവാസികളായ പ്രണവും ശ്യാംകുമാർ, ബാലകൃഷ്ണൻ എന്നിവരുടെ കൃഷികളാണ് വ്യാപകമായി നശിപ്പിച്ചത്. ശ്യാംകുമാറിന്റെ കൃഷിയിടത്തിൽ ഒരു മാസത്തിനിടെ 6ാം തവണയാണ് കാട്ടാന എത്തുന്നത്. കൃഷിയിടത്തിന് ചുറ്റും സ്ഥാപിച്ച ഫെൻസിംഗ് പൂർണ്ണമായും കാട്ടാന തകർത്തു. സമീപത്തുള്ള കവുങ്ങുകളും മരങ്ങളും ഫെൻസിങ്ങിന് മുകളിലേക്ക് മറിച്ചിട്ടാണ് തകർത്തത്. കൃഷിയിടത്തിൽ കടന്ന കാട്ടാന കാപ്പി, കവുങ്ങ്, കുരുമുളക് ചെടികൾ, തെങ്ങ് എന്നിവ വ്യാപകമായി നശിപ്പിച്ചു. കായ്ഫലമുള്ള വിളകളാണ് കാട്ടാന നശിപ്പിച്ചതെന്നതിനാൽ വലിയ സാമ്പത്തിക നഷ്ടമാണ് ശ്യാംകുമാറിന് ഉണ്ടായിരിക്കുന്നത്. ഫെൻസിംഗ് ശരിയാക്കാൻ മാത്രം 1.5 ലക്ഷം രൂപ വേണ്ടിവരുമെന്ന് ശ്യാംകുമാർ പറയുന്നു. എൻ്റെ 72 സെൻറ്റ് സ്ഥലത്തിൻ്റെ ചുറ്റോടുള്ള ഫെൻസിങ് നശിപ്പിച്ചു. കോർണർ പോസ്റ്റുകളും എല്ലാം നശിപ്പിച്ചു. അറൗണ്ട് ഒരു 50,000 റുപ്പീസ് എൻ്റെ എക്സ്പെൻഡിച്ചർ വേണം. ഇത് നന്നാക്കി എടുക്കണം. ഒരു 3 days എങ്കിലും വേണം. ഇവിടെ താമസക്കാരുണ്ട്. അവരെന്ത് സേഫ്റ്റിയിലാണ് അവർ നാളെ വെക്കേറ്റ് ചെയ്ത് പോവുക പേടിച്ചിട്ട്. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഒരു 9 കഴുങ്ങും കാപ്പിയൊക്കെ നശിപ്പിച്ചു. ഇപ്പോൾ അതിൻ്റെ ഡബിൾ കാപ്പിയും കഴുങ്ങും നശിപ്പിച്ചു. എല്ലാം കായ്ഫലം, അടുത്ത കൊല്ലം കായ്ഫലം ഉണ്ടാകുന്ന കഴുങ്ങാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരോട് പറയുമ്പോൾ അവർക്കൊരു മുട്ടന്യായങ്ങളും പലതും പറയാം. കാട്ടാന ഇറങ്ങിയ വിവരം വനം വകുപ്പിനെ അറിയിച്ചാലും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് കർഷകരുടെ ആരോപണം. ഈ ഭാഗത്ത് വനാതിർത്തിയിൽ ഫെൻസിങ്ങും പ്രതിരോധ കിടങ്ങുകളും ശക്തമല്ലാത്തതാണ് നിലവിലെ കാട്ടാന ശല്യത്തിന് കാരണം. ഇതിനു പരിഹാരം കാണാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടിയുണ്ടാകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് മലയാളം, വയനാട്.